ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2019 ചോദിച്ചിട്ടുള്ള SSLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സാധ്യതകളുടെ ഗണിതം. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ സാധ്യതകളുടെ ഗണിതം എന്ന ചാപ്റ്ററിൽ നിന്നും 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 2019 ഒരു ചോദ്യം മാത്രമേ നമുക്ക് ചോദിച്ചിട്ടുള്ളൂ. ഈ ചാൻസ് ഓഫ് മാത്തമാറ്റിക്സ് ഒന്നോ രണ്ടോ ചോദ്യങ്ങളാണ് അധികം ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യം നിങ്ങൾ ഒരിക്കലും മാർക്ക് കളയരുത്. ഒരെണ്ണുള്ളൂ എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും തന്നെ എന്ത് ചെയ്യരുത്, ഒഴിവാക്കി കളയരുത്. ഓക്കെ, ചോദ്യം എങ്ങനെയായിരുന്നു? എ ബോക്സ് കണ്ടെയ്ൻസ് സം ഗ്രീൻ ആൻഡ് ബ്ലൂ ബോൾസ്. 7 red balls are put into it. Now the probability of getting a red ball from the box is 7/24 and that of blue ball is 1/6. ഒരു പെട്ടിയിൽ കുറച്ച് പച്ചയും നീലയും പന്തുകൾ അടങ്ങിയിരിക്കുന്നു. അതിൽ 7 ചുവന്ന പന്തുകൾ ഇട്ടു. ഇപ്പോൾ ബോക്സിൽ നിന്ന് ഒരു ചുവന്ന പന്ത് ലഭിക്കാനുള്ള സാധ്യത 7/24 ആണ്. നീലപ്പന്തിൻ്റേത് 1/6 ആണ്. ഹൗ മെനി ബോൾസ് ആർ ദർ ഇൻ ദ ബോക്സ്? പെട്ടിയിൽ എത്ര പന്തുകളുണ്ട്? ഹൗ മെനി ഓഫ് ദം ആർ ബ്ലൂ? അവയിൽ എത്ര എണ്ണം നീലയാണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബോൾ ഫ്രം ദ ബോക്സ്? നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ഹൗ മെനി ബോൾസ് ആർ ദർ ഇൻ ദ ബോക്സ്? സം ഗ്രീൻ, കുറച്ച് പച്ച, കുറച്ച് നീല. അതേപോലെ റെഡ് 7 ആണുള്ളത്. അതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്, അത് 7/24 ആണ്. എന്താണ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് അല്ലെങ്കിൽ സാധ്യത എന്ന് പറയുന്നത്? ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം അഥവാ പോസിബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം എന്ന് പറയും. അനുകൂല സാധ്യത ബൈ ആകെ സാധ്യത. ഓക്കെ, അനുകൂല സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് വരാനുള്ള ചാൻസ്. റെഡ് എത്ര എണ്ണാണുള്ളത്? 7 എണ്ണം. ഇവിടെയും 7 തന്നെ അല്ലേ? പിന്നെ പോസിബിൾ ഔട്ട്കം, ആകെ സാധ്യത എന്ന് പറഞ്ഞാൽ ആകെ പന്തുകളുടെ എണ്ണമാണ് വരിക. ഓക്കെ, അപ്പോൾ റെഡിന്റെ എണ്ണം 7 ആണ്, സാധ്യതയിലും 7 തന്നെയാണ്. അപ്പൊ ഡിനോമിനേറ്ററിലുള്ളതാണ് എന്ത്? ടോട്ടൽ, ആകെ സാധ്യത. അപ്പൊ എത്ര പന്തുകളുണ്ട്? 24 പന്തുകളുണ്ട്. ഇനി ഹൗ മെനി ഓഫ് ദം ബ്ലൂ? ബ്ലൂ ആവാനുള്ളത് ബ്ലൂ എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലൂ നീല കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 1/6 ആണ്. നമുക്ക് ഡിനോമിനേറ്ററിൽ വരേണ്ടത് ടോട്ടലാണ്. ടോട്ടൽ 24 ആണ്. അപ്പോൾ ഈ 6നെ 24 ആക്കാൻ നമ്മളൊരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ ന്യൂമറേറ്ററിലും ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? 1 × 4 4, 6 × 4 24 എന്ന് വരും. അപ്പോൾ എത്ര നീലപ്പന്തുണ്ട്? 4 നീലപ്പന്തുകളുണ്ട്. ഓക്കെ, ദെൻ പച്ചപ്പന്ത് കിട്ടാനുള്ള സാധ്യത ചോദിച്ചിട്ടുള്ളത്. ബ്ലൂ നീല 4 എണ്ണമാണ്, റെഡ് 7 എണ്ണമാണ്, ടോട്ടൽ 24 എണ്ണമാണ്. അപ്പോൾ 7 4 11 ആയി. ബാക്കി എത്ര ഉണ്ട്? 13 പച്ച ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രീന് കിട്ടാനുള്ള സാധ്യത എത്രയാ? ഗ്രീനിന്റെ എണ്ണം ബൈ ടോട്ടൽ. ഗ്രീനിന്റെ എണ്ണം എത്രയാണ്? 13. ടോട്ടൽ എത്രയാണ്? 24. അപ്പോൾ 13/24, 13/24 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യമാണ് നമ്മുടെ ചാൻസ് ഓഫ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും 2019 ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ലിങ്ക് പ്ലേലിസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, എൻ്റെ സ്ക്രീനിലുണ്ട്. എല്ലാവരും അത് നോക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ചെറിയ ചാപ്റ്ററാണ്, 1-2 ക്വസ്റ്റ്യൻ ഉള്ളൂ എന്ന് ചെയ്തത് വിട്ട് കളയരുത്. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക, അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ ബൈ.